അമേരിക്ക ആസ്ഥാനമായുള്ള ഒരു പ്രതിരോധ സ്ഥാപനം ഇപ്പോൾ ഇന്ത്യയുമായി ഒരു വമ്പൻ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം $2.34 ബില്യൺ MRO കരാറിലാണ് ഈ അമേരിക്ക ആസ്ഥാനമായുള്ള പ്രതിരോധ സ്ഥാപനം ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത്. ഈ കരാർ എന്ന് പറയുന്നത് ഒരു മൂന്നാം കക്ഷി പ്രവർത്തിപ്പിക്കുന്ന സോവിയറ്റ് നിർമ്മിത യുദ്ധവിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികളിലും മധ്യകാല ആയുസ് വർദ്ധിപ്പിക്കുന്നതിലും ഒരു അമേരിക്കൻ സ്ഥാപനം പങ്കുവഹിക്കുന്ന അപൂർവ സന്ദർഭങ്ങളിൽ ഒന്നായിരിക്കും ഇത്. അതായത് ഇന്ത്യൻ സൈന്യത്തോടുകൂടെ ഇപ്പോൾ സേവനത്തിലുള്ള റഷ്യയുടെ MiG-29 യുദ്ധവിമാനങ്ങൾ നവീകരിക്കാനുള്ള ഒരു കരാറിലാണ് അമേരിക്ക ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ കരാർ എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യോമസേനയ്ക്കൊപ്പോൾ ഈ നിലവിലുള്ള പഴകിയ സോവിയറ്റ് വിന്റേജ് MiG-29 യുദ്ധവിമാനങ്ങൾ പുതുക്കി പണിയുകയും നവീകരിക്കുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന അറ്റകുറ്റപ്പണി ഓവറോൾ അതായത് MRO ആവശ്യകതകളെ പിന്തുണയ്ക്കുന്നതിനായി പ്രതിരോധ സ്ഥാപനം ഇപ്പോൾ ഇന്ത്യൻ കമ്പനിയായ റിലയൻസ് ഡിഫൻസുമായിട്ടാണ് കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേന പ്രവർത്തിപ്പിക്കുന്ന സോവിയറ്റ് വിന്റേജ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ MRO പിന്തുണ നൽകുന്നതാണ് കരാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മൂന്നാം കക്ഷി പ്രവർത്തിപ്പിക്കുന്ന സോവിയറ്റ് നിർമ്മിത യുദ്ധവിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികളിലും അതേപോലെ തന്നെ ഇതിന്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിലും നവീകരണത്തിലും ഒരു അമേരിക്കൻ സ്ഥാപനം പങ്കുവഹിക്കുന്ന അപൂർവ സന്ദർഭങ്ങളിൽ ഒന്നാണ് ഈ കരാർ. ഇതുകൂടാതെ വ്യോമസേനയുടെ MiG-29 UPG, ഇന്ത്യൻ നാവികസേനയുടെ MiG-29K എന്നിവയ്ക്ക് പുറമെ 100 ജഗ്വാർ സ്ട്രൈക്ക് വിമാനങ്ങൾ, അതേപോലെ തന്നെ ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന അപ്പാച്ചെ AH-64 ആക്രമണ ഹെലികോപ്റ്ററുകൾ, സോവിയറ്റ് വിന്റേജ് L-70 വ്യോമ പ്രതിരോധ തോക്കുകൾ എന്നിവയുടെ MRO സൗകര്യങ്ങളും ഈ കരാറിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ കരാർ പ്രകാരം ഇതിനുള്ള സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നത്, അതായത് ഈ MRO സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നത് വ്യോമകര പ്ലാറ്റ്ഫോമുകൾക്കായുള്ള ഇന്ത്യൻ ആഗോള പ്രതിരോധ ക്ലയന്റുകളെ പിന്തുണയ്ക്കുന്നതിനായി നാഗ്പൂരിലെ മിഹാൻ ഹബിലാണ് ഈ MRO സൗകര്യങ്ങൾ സ്ഥാപിക്കുക. നിലവിൽ ഇന്ത്യൻ വ്യോമസേന 50ലധികം MiG-29 വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യൻ നാവികസേനയ്ക്കാവട്ടെ 40 കാരിയർ അധിഷ്ഠിത MiG-29K വിമാനങ്ങളുമുണ്ട്. അമേരിക്കയുടെ ഈ പ്രതിരോധ കമ്പനിയാണ് അമേരിക്കയുടെ പ്രതിരോധ വകുപ്പിന്റെ അംഗീകൃത കരാറുകാരാണ് ഈ കോസ്റ്റൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. കാലാഹരണപ്പെട്ടതോ നിർത്തലാക്കപ്പെട്ടതോ ആയ ഘടകങ്ങൾക്ക് വേണ്ടിയുള്ള സൈനിക സംവിധാനങ്ങളുടെ അറ്റകുറ്റപ്പണി, നവീകരണം, റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്നിവയിലൊക്കെ ഈ കമ്പനി ധാരാളം വൈദഗ്ധ്യം നേടിയിട്ടുമുണ്ട്. ഇതുകൂടാതെ F-15, F-16, F-4A-18, A-10, F-4AV-8B വിമാനങ്ങൾ, അതേപോലെ തന്നെ H-1 കോബ്ര, UH-1 ഹൂയി, UH-16 ബ്ലാക്ക് ഹോക്ക്, SH-16 സീഹോക്ക്, AH-64 അപ്പാച്ചെ തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ വിവിധ സംവിധാനങ്ങൾക്കായുള്ള സുസ്ഥിര പ്രവർത്തനങ്ങളും ഇവർ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ റഡാർ സംവിധാനങ്ങളെ, മിസൈലുകളെ, പാട്രിയറ്റ്, ഹാക്ക്, നൈറ്റ് ഹെർക്യൂൾസ് തുടങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുമായും എല്ലാം ബന്ധപ്പെട്ട് ഈ കമ്പനി പ്രവർത്തിച്ചിട്ടുണ്ട്. ലീൻ മാനുഫാക്ചറിംഗ്, ലെഗസി, MRO, റിപ്പയർ, റിട്ടേൺ സേവനങ്ങൾ, പൂർണ്ണ ടേൺകി അപ്ഗ്രേഡ്, പിന്തുണ എന്നിവയാണ് ഇവരുടെ പ്രധാന കഴിവുകളിൽ ഉൾപ്പെടുന്നത്. ഇപ്പോൾ ഈ MiG-29 ജഗ്വാർ തുടങ്ങിയ യുദ്ധവിമാനങ്ങൾക്കായി MRO സ്ഥാപിക്കാൻ ഇന്ത്യയെ ഈ കമ്പനി സഹായിക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യക്ക് ഏറ്റവും നല്ലൊരു ഉപകാരപ്രദമായിരിക്കും. കാരണം ഉക്രൈൻ റഷ്യ യുദ്ധം MiG-29 വിമാനങ്ങളുടെ സ്പെയർ പാർട്സ് ലഭിക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജഗ്വാർ വിമാനങ്ങളുടെ ഏക ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേന മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഘടകങ്ങൾ കണ്ടെത്തുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറ്റെവിടെയും ലഭ്യമല്ലാത്ത ഘടകങ്ങളുടെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നിർമ്മാണവും ഈ പങ്കാളിത്തത്തിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജഗ്വാർ പ്രവർത്തിപ്പിക്കുന്ന ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇതും ഒരു വലിയ ഉപകാരമായിരിക്കും. അതായത് ഈ MiG-29 ഒരു കാലഘട്ടം എടുക്കുകയാണെങ്കിൽ 1983 ഓഗസ്റ്റ് പഴയ സോവിയറ്റ് യൂണിയനാണ് ഈ MiG-29 ആദ്യമായി ഉൽപാദനം ആരംഭിക്കുന്നത്. ശീതയുദ്ധകാലത്താണ് ഇത് വികസിപ്പിച്ച സോവിയറ്റ് വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയത്. അമേരിക്കയുടെ F-15, ഈഗിൾ, F-16 ഫാൽക്കൺ എന്നിവയ്ക്കുള്ള മറുപടിയായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. രണ്ട് മികച്ച അമേരിക്കൻ യുദ്ധവിമാനങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്നതും ചില സമയങ്ങളിൽ ചില മേഖലകളിൽ ഇവയേക്കാൾ മുന്നേറിയതുമാണ് MiG-29. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ ഈ MiG-29ൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് ഒരു താല്പര്യമുണ്ടായിരുന്നു എന്നും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. അക്കാലത്തെ ഏറ്റവും മികച്ച അമേരിക്കൻ വ്യോമസേന യുദ്ധവിമാനങ്ങളെ വെല്ലുവിളിക്കാൻ കഴിയുന്ന സങ്കീർണമായ ഭംഗിയുള്ള ഒരു യുദ്ധവിമാനത്തെയാണ് അന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ കണ്ടത്. ആ ഒരു രീതിയിലായിരുന്നു MiG-29 യാത്ര തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പോലും പരസ്യമായി സമ്മതിച്ച കാര്യമാണ് സോവിയറ്റ് യൂണിയൻ അമേരിക്കൻ വിമാന സാങ്കേതിക വിദ്യയേക്കാൾ മുന്നേറുകയാണ് എന്നത്. അങ്ങനെ വ്യോമസേനയിൽ ബാസ് എന്നറിയപ്പെടുന്ന MiG-29 വേണ്ടിയിട്ട് 1986 സെപ്റ്റംബറിലാണ് ഇന്ത്യൻ സർക്കാർ കരാറിൽ ഒപ്പുവെക്കുന്നത്. 1987 മധ്യത്തോടെ MiG-29 ഡെലിവറികൾ ആരംഭിക്കുകയും ചെയ്തു.
വിമാനങ്ങളുടെ 3 യൂണിറ്റുകളാണ് വ്യോമസേന ആദ്യം പ്രവർത്തിപ്പിക്കുന്നത്. 1994 ഒരു പരിശീലന വിമാനം ഉൾപ്പെടെ 10 വിമാനങ്ങൾക്ക് മറ്റൊരു ഓർഡർ കൂടി ഇന്ത്യ നൽകുന്നു. അവസാനം ഇന്ത്യക്ക് ലഭിക്കുന്ന ബാച്ച് വിമാനത്തിന് ധാരാളം പ്രത്യേകതകളും ഉണ്ടായിരുന്നു. അതിന്റെ റഡാറുകൾ ഒരേ സമയം തന്നെ 2 ലക്ഷ്യങ്ങളെ ലോക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ചിറകുകൾക്കിടയിൽ ഡ്രോപ്പ് ടാങ്കുകൾ വയ്ക്കാനുള്ള ശേഷിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യ ഇതുവരെ MiG-29 വിമാനങ്ങൾക്ക് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഓഷാറിലെ 11 ബേസ് റിപ്പയർ ഡിപ്പോയിലേക്കാണ് അയച്ചിരുന്നത്. 2008 മാർച്ചിൽ IAF റഷ്യയുമായി ഒരു കരാറിൽ ഒപ്പുവെക്കുന്നുണ്ട്. അതായത് RAC മിഗുമായി 63 സിംഗിൾ സീറ്ററുകളുടെ മിഡ് ലൈഫ് അപ്ഗ്രേഡേഷന് വേണ്ടിയിട്ടുള്ള ഒരു കരാറായിരുന്നു ഇത്. അങ്ങനെ ഏകദേശം $964 മില്യൺ കരാറായിരുന്നു ഇത്. അങ്ങനെ ഈ വിമാനത്തിന്റെ ആയുസ് 15 വർഷം അല്ലെങ്കിൽ 1000 മണിക്കൂർ കൂടിയായി വർദ്ധിപ്പിക്കുകയായിരുന്നു. 3 വർഷമായി റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്നതിനാൽ റഷ്യയിൽ നിന്നിപ്പോൾ ഇതിന്റെ സ്പെയർ പാർട്സ് ലഭ്യമാക്കാൻ ഇന്ത്യ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. ഇവിടെ ഇപ്പോൾ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് യുദ്ധവിമാനങ്ങളുടെ ക്ഷാമം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ യുദ്ധവിമാനങ്ങളുടെ ക്ഷാമവും തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് LCA Mark 1A വിതരണത്തിലെ കാലതാമസവും എല്ലാം ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരു ബദൽ വിതരണ ശൃംഖലയും തന്ത്രങ്ങളും തേടുകയാണ് ഇന്ത്യ ഇപ്പോൾ. ഇവിടെ ഇപ്പോൾ നമ്മുടെ വ്യോമസേനയുടെ നിലവിലുള്ള ബേസ് റിപ്പയർ ഡിപ്പോ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതിന്റെ അറ്റകുറ്റപ്പണികളും ജീവിതചക്ര വിപുലീകരണങ്ങളും മാത്രമായിരിക്കും. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആവശ്യമെന്ന് പറയുന്നത് തന്ത്രപരമായ മാറ്റമാണ്. അതായത് പാരമ്പര്യ ഉപകരണങ്ങളുടെ പൂർണ്ണ തോതിലുള്ള മാറ്റി സ്ഥാപിക്കലിന് പകരം ലക്ഷ്യമിട്ടിട്ടുള്ള ആധുനികവൽക്കരണവും സേവനക്ഷമതയുമാണ് ഇന്ത്യ ഇപ്പോൾ ഊന്നൽ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ ഓഫർ എന്ന് പറയുന്നത് ഒരു വമ്പൻ മുതൽക്കൂട്ട് തന്നെയാണ്. അതായത് റഷ്യൻ പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തിപ്പിക്കുന്ന തെക്ക് കിഴക്കൻ ഏഷ്യയിലെ രാജ്യങ്ങളുടെ പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു MRO ഹബ്ബായി സ്വയം സ്ഥാപിക്കാൻ ഇന്ത്യക്ക് ഒരു അവസരമാണ് ഇത് ഒരുക്കി തന്നിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. 2031 ആകുമ്പോഴേക്കും ആഗോള MRO വിപണിയിൽ $4 ബില്യൺ വിഹിതം നേടുക എന്ന അഭിലാഷകരമായ ലക്ഷ്യമാണ് ഇന്ത്യക്കുള്ളത്. US-ലെയും യൂറോപ്പിലെയും സ്ഥാപിത നേതാക്കൾക്കൊപ്പം ഒരു ശക്തമായ മത്സരാർത്ഥിയായി ഇന്ത്യ ഇപ്പോൾ സ്വയം നിലകൊള്ളുകയാണ്. ഇന്ത്യയുടെ അമേരിക്കയിലേക്കുള്ള ഈ മാറ്റം ഭൂരാഷ്ട്രീയത്തിൽ അനിവാര്യവുമാണ്. 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഇന്ത്യയിലേക്കുള്ള അമേരിക്കൻ പ്രതിരോധ വിൽപ്പന ഏതാണ്ട് 0 എന്നാൽ ഇപ്പോൾ 2 രാജ്യങ്ങളും പ്രധാന സംവിധാനങ്ങളുടെ സംയുക്ത ഉൽപാദനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് ഇന്ത്യയുടെ പ്രതിരോധ ഇറക്കുമതിയുടെ 10% അമേരിക്കയിൽ നിന്നാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രതിരോധ ഇറക്കുമതിക്കാരായിരുന്നു നമ്മുടെ ഇന്ത്യ. 2008 മുതൽ 2023 വരെയുള്ള ആഗോള ആയുധ ഇറക്കുമതിയുടെ ഏകദേശം 10% ഇന്ത്യയിലേക്കാണ് എന്നാണ് കണക്ക്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരൻ എന്ന് പറയുന്നത് റഷ്യ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ആയുധ വിൽപ്പന ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. 2008 മുമ്പ് 2000കളുടെ മധ്യത്തിൽ അമേരിക്ക ഇന്ത്യ പ്രതിരോധ വ്യാപാരം നാവിക ഹെലികോപ്റ്ററുകളും കൗണ്ടർ ബാറ്ററി റഡാറുകളും മാത്രമായി ഒതുങ്ങി നിൽക്കുകയായിരുന്നു. 2008 മുതൽ ഇന്ത്യ ഏകദേശം $20 ബില്യൺ അമേരിക്കൻ വംശജരായ സൈനിക ഉപകരണങ്ങൾക്ക് കരാർ ചെയ്തിട്ടുണ്ട്. US-ഉമായുള്ള മിക്ക ഇടപാടുകളും വിദേശ സൈനിക വിൽപ്പന വഴിയാണ് ഇന്ത്യ നടത്തുന്നത്. കഴിഞ്ഞ 15 വർഷത്തിനിടെ ഇന്ത്യ ഒരു C-130J സൂപ്പർ ഹെർക്കുലസ് സ്പെഷ്യൽ മിഷൻ എയർക്രാഫ്റ്റ്, ഒരു C-17 ഗ്ലോബ് മാസ്റ്റർ 3 ഹെവി ലിഫ്റ്റർ, P-8I പോസിഡോൺ ആന്റി സബ്മറൈൻ വാർഫെയർ എയർക്രാഫ്റ്റ് എന്നിവ ഇന്ത്യ വാങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വാസ്തവത്തിൽ അമേരിക്കയ്ക്ക് പുറത്തെ ഇന്ത്യയാണ് C-17ഉം P-8Iയും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റഷ്യയിൽ നിന്ന് നിർമ്മിച്ച അവസാന യുദ്ധക്കപ്പലും റഷ്യയിൽ നിന്ന് ശേഷിക്കുന്ന 2 S-400 യൂണിറ്റുകളും ഇന്ത്യക്ക് ലഭിച്ചതിന് ശേഷം റഷ്യയുമായി ഇന്ത്യക്ക് ഒരു പ്രതിരോധ ഓർഡർ പോലും ഇതുവരെയുമില്ല. മലേഷ്യ, അർമേനിയ തുടങ്ങിയ റഷ്യയുടെ മറ്റ് സഖ്യകക്ഷികളെ പോലെ സോവിയറ്റ് ഉത്ഭവത്തിന്റെ പൈതൃക പ്ലാറ്റ്ഫോമുകൾക്കായി ഒരു ബദൽ വിതരണ ശൃംഖല ഉറപ്പാക്കാൻ ഇന്ത്യയും ശ്രമിക്കുകയാണോ? അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ ഈ കരാറിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.